കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയർന്നുവന്ന അസ്വാരസ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഹൈക്കമാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ അരങ്ങേറുകയാണ്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ അനുനയിപ്പിക്കാൻ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഡൽഹിയിൽ നിന്നുമുള്ള പ്രത്യേക നിർദ്ദേശവുമായിട്ട് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിലെത്തി. കലുഷിതമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് തറവാട്ടിൽ ഐക്യത്തിന്റെ പുത്തൻ അധ്യായം എഴുതി ചേർക്കപ്പെടുകയാണ്. വി.ഡി. സതീശന്റെ സ്ഥാനാഹരണത്തിൽ അമർഷം പ്രകടിപ്പിച്ച മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ ഒപ്പം നിർത്താൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൈക്കൊണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങളാണ്. ഇരുവരുടെ പ്രതിനിധിയായിട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വഴുതക്കാട്ടെ ഗ്രേസ് വസതിയിലെത്തുമ്പോൾ ലക്ഷ്യം വ്യക്തമായിരുന്നു. അനുഭവ സമ്പത്ത് ഏറെയുള്ള നേതാവിനെ മന്ത്രിസഭയുടെ ഭാഗമാക്കുക. നേരത്തെ വി.ഡി. സതീശൻ നേരിട്ടെത്തി ചെന്നിത്തലയുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു. ജോസഫ് വാഴക്കൻ, VT ബൽറാം, അൻവർ സാദത്ത്, അബിൻ വർക്കി തുടങ്ങിയ യുവ നേതാക്കളുടെ സാന്നിധ്യവും വഴുതക്കാട്ടെ ചർച്ചകൾക്ക് ഊർജ്ജമേകി. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഉറപ്പാണ് എല്ലാത്തിനും വഴിത്തിരിവായത്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന ചുമതലകൾ നൽകി രമേശ് ചെന്നിത്തലയെ ഭരണത്തിന്റെ ഭാഗമാക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം എന്നും സൂചനകളുണ്ട്. വരാനിരിക്കുന്ന ഭരണത്തിൽ ഭരണപരിചയമുള്ള ഒരാളുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡും തിരിച്ചറിയുന്നു. ഗുരുവായൂരിലെ മൗനത്തിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന ചെന്നിത്തലയുടെ വാക്കുകളിൽ ഐക്യത്തിന്റെ സൂചനകളുമുണ്ട്. ശക്തമായൊരു തിരിച്ചുവരവിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ പടലപ്പിണക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുന്നതോടെ സതീശൻ സർക്കാരിന് അത് കരുത്താകും എന്നും ഉറപ്പാണ്. വഴുതക്കാട്ടെ ഈ നിർണായക കൂടിക്കാഴ്ച കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് വഴിയൊരുക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ ദീപാദാസ് മുൻഷിയുടെ വരവിന് പിന്നിൽ ഉണ്ട് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം ചേർക്കുന്നു, കാണാം. I am going to everyone's house. I came here because I have not met him yesterday. He was not there. He went to Guruvayur. So he has come back. So it is my duty to come. I have come here. I am speaking to all the leaders. Will he be a part of cabinet? Ramesh is standing. He will tell whatever he wants to do. What's the decision of the AICC in that? He said the party will decide the matter.